അതിവേഗം മിസൈലുകളും ഡ്രോണുകളും പാകിസ്ഥാൻ പ്രയോഗിച്ചെന്നും ആരോഗ്യ കേന്ദ്രങ്ങളും സ്കൂളുകളും ആരാധനാലയങ്ങളും ലക്ഷ്യം വെച്ചെന്നും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സൈന്യം പറഞ്ഞു. യാത്രാ വിമാനങ്ങൾ മറയാക്കി ആക്രമണത്തിന് ശ്രമിച്ചെങ്കിലും അത് ഇന്ത്യ തകർത്തു. എന്താണ് പാകിസ്ഥാൻ സൈന്യത്തിൽ ലക്ഷ്യം വെക്കുന്നത്? പാകിസ്ഥാൻ ഇപ്പൊ ചെയ്യുന്നത് ഇപ്പൊ എന്തായാലും അടി കിട്ടുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന്. അപ്പൊ അവിടുത്തെ ജനങ്ങൾ വളരെ അൺഹാപ്പിയാണ്. അപ്പൊ അവരെ ഒന്ന് പ്രീതിപ്പെടുത്താൻ അവർ തിരിച്ചടിക്കുന്നുവെന്നും അവർ നല്ല ശേഷിയുള്ള ഡ്രോണുകള് മിസൈൽസ് ഒക്കെ വെച്ച് നമ്മളെ അടിക്കുന്നുണ്ടെന്നും ജനങ്ങളെ പഠിപ്പിക്കുകയാണ്, അല്ലെ പല പ്രബോധിപ്പിക്കുകയാണ്. പക്ഷേ നമ്മളെ അവരെങ്ങനെ വെച്ചാല് ഈ കൊമേഴ്ഷ്യൽ പ്ലെയിനിന്റെ ഇടയ്ക്ക് മറ്റുള്ള മനുഷ്യവാസ സ്ഥലങ്ങളിലൊക്കെ ഈ ഒളിച്ച് ഈ ഡ്രോണുകളെ ഒക്കെ അയച്ച് അല്ലെ സൂക്ഷിച്ച് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ തരത്തിൽ അവർ ട്രാജക്ടറി ഉണ്ടാക്കി വിടുമ്പോൾ നമ്മൾ ആ ഡ്രോണുകളെ നമ്മൾ ട്രേസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച് ഫയർ ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പം കൊമേഴ്ഷ്യൽ ആസ്പെക്ട്സ് അവരുടെ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ അവരുടെ സമാധാനപരമായിട്ട് ജനങ്ങൾ താമസിക്കുന്നതൊക്കെ നമ്മൾ ഹിറ്റ് ചെയ്യും. അത് ഇന്റർനാഷണൽ ആൾക്കാരെ അത് അട്രാക്ട് ചെയ്യും. അതായത് അവർക്ക് അവരുടെ ശ്രദ്ധ വരും. അപ്പം നമ്മൾ ഒരു ബാഡ് പേഴ്സൺ ആവും. അതിനുവേണ്ടിയാണ് അവർ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഒളിച്ചൊളിച്ച് ഈ ഡ്രോണുകളൊക്കെ കയറ്റി വെക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ പോയി ട്രാപ്പിൽ നമ്മൾ സൂക്ഷിക്കും. നമ്മളത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഓൺലി എനിമി ടാർഗറ്റ് ഷുഡ് ബി അവർ ടാർഗറ്റ്. ഇന്ത്യൻ നേവി എങ്ങനെയാണ് ഇപ്പോഴത്തെ പാക് ആക്രമണങ്ങൾ ചെറുക്കാൻ തയ്യാറായിരിക്കുന്നത്? Indian Navy, in all aspects, all divisions of surface, underwater, and surface and or the seafront, the sea level, and from sea level to air and to shore targets, എല്ലാത്തിനെയും തകർക്കാൻ കാപ്പബിൾ ആയിട്ടുള്ള വെപ്പണറി നേവിയുടെ കയ്യിലുണ്ട്. പിന്നെ നമ്മുടെ ഇന്ത്യൻ നേവിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വി ക്യാൻ ഷിപ്പ് ദ വാർ തിയേറ്റർ. എയർക്രാഫ്റ്റ് കാരിയർ ഇസ് എ വാർ തിയേറ്റർ. നമുക്ക് നമ്മുടെ പണി കിടന്ന് യുദ്ധം ചെയ്യാതെ അവന്റെ നല്ല കീഴിൽ കൊണ്ടുവച്ച് അവനെ അടിക്കാം, നമ്മുടെ എനിമിയെ ആരായിരുന്നാലും. അത് വി ഗ്രേറ്റ് അഡ്വാൻറ്റേജ് ബിക്കോസ് വെൻ യു സെൻഡ് എ എയർക്രാഫ്റ്റ് കാരിയർ from far distance, safe distance, there will be frigates, destroyers, in all the vigilance, intelligence reportum, information ഈ എയർക്രാഫ്റ്റുകാർക്ക് കൊടുക്കും. എയർക്രാഫ്റ്റുകാർ not only carrying what you call fighter planes, they also have the capability of doing warfare on surface, sea surface, shore, as well as air they have. But to keep them safe, that is a big അസറ്റാണ്. ഒരു എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ വലിയ അസറ്റാണ്. അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ protecting vessels at a far distance, safe distance, to give information to the mothership, that is an aircraft carrier. അതായത് അതിന്റെ എന്തെങ്കിലും ഇന്റലിജൻസ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഡേഞ്ചറസ് ഇൻഫർമേഷൻ or some target approaching to attack it, all the information will be, though before they detect, these vessels will give. And also these vessels will protect those enemy targets will be destroyed to safeguard the mothership. And this mothership is a war theater. It is shifting its war theater to the advantageous position of the country which owns it. സോ നമുക്ക് നമ്മളോട് കമ്പയർ ചെയ്യാൻ ഒക്കത്തില്ല പാകിസ്ഥാനി നേവി. പാകിസ്ഥാനി നേവി നേവൽ എസ്കലേഷൻ ഉണ്ടാകാണ്, നേവിയിൽ ഇൻവോൾവ് ആണെങ്കിൽ പാക് തകർക്കും, സംശയമില്ല. ഇന്ത്യക്കെതിരെ സൈനിക നീക്കം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇനി എന്താണ് സംഭവിക്കുന്നത്? അവര് നമ്മളിപ്പം നമ്മള് ഇത് ഇന്റർനാഷണൽ അവരുടെ ശ്രദ്ധ വരുത്താൻ വേണ്ടിയാണ്. അപ്പൊ ഇതിപ്പോ നമ്മള് അടി തുറക്കുന്നത് ഇതൊന്ന് എസ്കലേറ്റ് ആവും, വാർ എസ്കലേറ്റ് ആവും. അപ്പൊ ഒരു വലിയ തരത്തിലേക്ക് അത് പോകും. വലിയ തരത്തിലേക്ക് പോകുമ്പോൾ വൻ പവർ ഇൻവോൾവ് ആകും. മനസ്സിലായില്ലേ? വൻ പവർ ഇൻവോൾവ് ആയിട്ട് അവര് ചില എന്താ പറഞ്ഞ സമാധാന പ്രപ്പോസലൊക്കെ ആയിട്ട് വരും. അല്ലെ അവര് വലിയ ആള് ചമയും.
അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകാം. പിന്നെ ബ്രോക്കർ പീസ് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരാം. കാരണം ഇന്റർനാഷണൽ ഇൻവോൾവ്മെന്റ് ഒക്കെ ബിഗ് പവേഴ്സ് ലൈക്ക് ചൈന, പിന്നെ USA, അല്ലെന്നൊരു ജർമ്മനി, ഇങ്ങനെയുള്ള വലിയ വലിയ രാജ്യങ്ങൾ, അല്ലെങ്കിൽ പിന്നെ യൂറോപ്യൻ യൂണിയൻ, അവരൊക്കെ ഇടപെട്ട് സമാധാന ചർച്ചയ്ക്ക് വരും. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അവരുടെ കീഴിലാക്കാൻ പരിശ്രമിക്കും. അതൊരു ഇൻവോൾവ്മെന്റ് ഉണ്ടാകും. അത് എസ്കലേറ്റ് ആയാലും, വാർ എസ്കലേറ്റ് ആയാലും. അപ്പം ഈ വാർ എസ്കലേറ്റ് ആകുന്ന രണ്ട് രാജ്യങ്ങൾക്കും നാശമാണ്. പാകിസ്ഥാനും നാശമാണ്, ഇന്ത്യക്കും റിട്ടാർഡിങ്. നമ്മുടെ എക്കണോമിക് റിട്ടാർഡ് സ്റ്റേറ്റിലേക്ക് പോകും. ചെലവല്ലേ. കടൽ വഴിയുള്ള ആക്രമണ സാധ്യതയുണ്ട്. നേവി എത്രത്തോളം ജാഗരൂകരായിരിക്കും യുദ്ധസമാന സാഹചര്യം? കടൽ വഴിയുള്ള നേവൽ ഇൻവോൾവ്മെന്റ് ഈസ് ലിമിറ്റഡ് ബിക്കോസ് പാകിസ്ഥാൻ കനോട്ട് ഹാവ്. ഇപ്പൊ തന്നെ നോക്ക്, അവരെ നമ്മുടെ ആർമി പോയി അവിടെ ഇവിടെയൊക്കെ കയറി അടിച്ചു. പാകിസ്ഥാനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റിയോ? അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി അടിക്കാൻ പറ്റില്ല. അവരുടെ മൊബിലിറ്റി ഈസ് റെസ്ട്രിക്റ്റഡ് ബിക്കോസ് അവർക്ക് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി അടിക്കാനുള്ള കാപ്പബിലിറ്റി ഇല്ല. പ്രത്യേകിച്ച് സീലില്ല. സീൽ നമുക്കുള്ള അഡ്വാൻറ്റേജ്, നമുക്ക് മോർ വാർഷിപ്പ് സബ്മറൈൻസ് ആൻഡ് ന്യൂക്ലിയർ സബ്മറൈൻസ് ആസ് വെൽ ആസ് നമുക്ക് പിന്നെ എയർക്രാഫ്റ്റ് കാരിയർ, വാർഷിപ്പിംഗ്, വാർ തിയേറ്റർ ഷിഫ്റ്റിംഗ്. നമുക്ക് ന്യൂക്ലിയർ, നമുക്ക് സ്റ്റെൽത്ത്, നമുക്ക് നമ്മുടെ സബ്മറൈൻ ഇടുന്നത് ശത്രു അറിയാത്ത സ്ഥലത്ത് നമ്മുടെ സബ്മറൈൻ ഡൈവിംഗ് സ്റ്റേറ്റിൽ പോയി ഡോക്ക് ചെയ്യാനും ഡോക്കിൽ നിന്ന് ഇറങ്ങി വരാനുമുള്ള സംവിധാനം ഇന്ത്യയുണ്ട്. നമുക്കറിയാം, എല്ലാവർക്കും അറിയത്തില്ല എവിടെയാണ് ഇന്ത്യൻ നേവിയുടെ ന്യൂക്ലിയർ സബ്മറൈൻസിനെ സേഫ് ആയിട്ടിരിക്കുന്ന സ്ഥലം. അതായത് അതിന് സർഫേസ് ആകണ്ട, അതിന് വെള്ളത്തിൽ മുങ്ങി തന്നെ പുറത്തിറങ്ങാം, വെള്ളത്തിൽ തന്നെ അത് സർഫേസ് ആകാത്തകത്ത് കയറുകയും ചെയ്യാം. അങ്ങനെയുള്ള സംവിധാനമുണ്ട്. പാകിസ്ഥാന്റെ 6 സൈനിക കേന്ദ്രങ്ങൾക്കും സിയാൽകോട്ടിലെ വ്യോമ കേന്ദ്രത്തിൽ നേരത്തെ ഇന്ത്യ ആക്രമണം നടത്തി. ഇത് കണ്ടെങ്കിലും പാകിസ്ഥാൻ പാഠം പഠിക്കണം. അതായത് പാകിസ്ഥാന്റെ ഡിഫൻസ് സിസ്റ്റം, അതായത് ആർമി, നേവി, എയർഫോഴ്സ്, എല്ലാ ഡിഫൻസ് സിസ്റ്റം ഒരു തകർന്ന സ്റ്റേറ്റിലാണ്. ആൻഡ് അവിടുത്തെ വലിയ ആൾക്കാർ പാകിസ്ഥാന്റെ ഡിഫൻസാണ്. അപ്പം അവർക്ക് നിവൃത്തിയില്ല. എന്താ പറയുന്ന ഒരു പിന്നെ സുസൈഡ് ചെയ്യാൻ പോലും തയ്യാറായിരിക്കുകയാണ് വലിയ വൻ ബ്രാസ്. കാരണം അവർക്ക് നിൽക്കപ്പെടുന്നില്ല. അപ്പൊ ആ സ്റ്റേറ്റില് എങ്ങനെയെങ്കിലും ജനങ്ങളെ ഒന്ന് ശാന്തപ്പെടുത്തി, ഞങ്ങളെയൊക്കെ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയൊക്കെയാണ് ഈ വാർഫ്രണ്ട് 2, 3, 4, 5 ഒക്കെ തുറക്കുന്നത്. അല്ലാതെ അതിനകത്തൊന്നും ഒരു കാര്യവുമില്ല. അടി നടക്കുകയാണെന്ന് വരികയും അവർക്ക് മുന്നേറണമെന്നുണ്ടെന്ന് വരികയും ഒന്നുകിൽ എക്സ്റ്റേണൽ സപ്പോർട്ട്, എക്സ്റ്റേണൽ ഹെൽപ്പ്, എക്സ്റ്റേണൽ പവർ ഇവരെ സഹായിക്കാൻ വരാതെ അവർക്ക് നിൽക്കപ്പെടുകയില്ല. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനമായ S-400 തകർത്തെന്നും സൂറത്തിലെയും സീർസയിലെയും വ്യോമത്താവളങ്ങൾ തകർത്തെന്നുമായിരുന്നു പാകിസ്ഥാന്റെ പ്രചരണം. ഇതെല്ലാം തീർത്തും വ്യാജമാണെന്നും ഇത്തരം വ്യാജവാദങ്ങളെ ഇന്ത്യ തള്ളിക്കളയുകയാണെന്നും വ്യോമിക് സിംഗ് പറഞ്ഞു. പാകിസ്ഥാൻ എന്തിനാണ് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ വളർത്തുന്നത്? അവർക്ക് വേറെ സത്യം പറയാനില്ല. സത്യം പറഞ്ഞാൽ അവർ നിലനിൽക്കില്ല. അപ്പൊ എല്ലാം കള്ളത്തരം പറയുന്നുള്ളൂ. അപ്പൊ അവര് പറയുന്നത് നമ്മുടെ ഗവൺമെന്റ് ഓർ ഡിഫൻസ് അതോറിറ്റി വാട്ട് എവർ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. നമ്മുടെ S-400 ഒന്നും ഇവര് തകർക്കാനും തകർത്തിട്ടുമില്ല. S-400 is still strong, protecting our defense system. ഇന്ത്യക്ക് നേരെ ഉപയോഗിച്ചതെല്ലാം തുർക്കി നൽകിയ ഡ്രോണുകളാണ്. തുർക്കിക്കൊപ്പം ചൈനയും പാകിസ്ഥാനും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകുമോ? ഉണ്ടാകാം, നമുക്ക് പറയാതിരിക്കാൻ ഒക്കില്ല. കാരണം അത് സീക്രട്ട്ലി സപ്പോർട്ട് ചെയ്തു. കാരണം അവർ അലയുകയാണ് പലതരത്തിലും. അവർക്ക് സപ്പോർട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ ചൈനയ്ക്ക്. പക്ഷെ ഇപ്പോഴ് ചൈനയുടെ പൊസിഷൻ, ട്രേഡ് വാർ വിത്ത് അമേരിക്ക, ചൈനയ്ക്ക് ഒരു പിന്നെ ഗുഡ്സ് ഡംപിങ് സ്പോട്ടാണ് ഇന്ത്യ. അപ്പൊ ഇന്ത്യയെ ചേർത്ത് പിടിച്ചത് ഒരു ചൈനയ്ക്ക് നിലനിൽപ്പുള്ളൂ, അവരുടെ ബിസിനസ്. അപ്പൊ ഇന്ത്യയോട് കയറി തട്ടാൻ ഇപ്പൊ അവർ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അവര് സീക്രട്ട്ലി അവരെന്ത് ചെയ്തെന്ന് നമുക്ക് പറയാനൊന്നുമില്ല. മനസ്സിലായില്ലേ? അവരൊക്കെ വളരെ രഹസ്യമായ രാജ്യങ്ങളാണ്. ഇന്ത്യ പാക് തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ എക്സ്റ്റേണൽ ഇന്റർഫറൻസ് ഉണ്ടാകും. ഇല്ലെന്ന് വരികിൽ
പാകിസ്ഥാൻ ന്യൂക്ലിയർ ആർസനലിൽ തൊട്ടുപോയെന്ന് വരിൽ, അവർ പ്രതിരോധിച്ചെന്ന് വരിൽ, ഇന്ത്യ വിൽ ഫ്രാഗ്മെന്റ് പാകിസ്ഥാൻ കഷ്ണങ്ങളാണ്. യാതൊരു സംശയമില്ല. കാരണം ഇന്ത്യക്ക് അത്രമാത്രം ന്യൂക്ലിയർ സ്ട്രൈക്കിംഗ് പവർ കടലിലുണ്ട്, സബ്മറൈനിലുണ്ട്, എയറിലുണ്ട് ആൻഡ് ഷോറിലുണ്ട്. പാകിസ്ഥാൻ അവർ ചിലപ്പോൾ അവർ വെടിവെച്ചേക്കായിരിക്കും ആദ്യം. അവരുടെ മിസൈൽസ് ഒന്നും നമ്മുടെ എല്ലാ മുഴുവൻ എത്താനുള്ള റേഞ്ചില്ല അവർക്ക്. മനസ്സിലായില്ലേ? കറാച്ചിയിൽ നിന്ന് വെടിവെച്ചാൽ ചിലപ്പോൾ കേരളത്തിൽ വരണമെന്നില്ല. പക്ഷേ നമുക്ക് 4 യുദ്ധം നമ്മുടെ ഫോഴ്സ് ഉണ്ട്. സബ്മറൈനുണ്ട്, പിന്നെ സർഫേസ് വെസൽസ് ഉണ്ട്, എയർക്രാഫ്റ്റ് കാരിയർ ഉണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള പവർ ആർസനൽ നമ്മൾ സ്വരൂപിച്ച് വെച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ ഒരു വാറിൽ പിന്നെ എസ്കലേഷൻ ഉണ്ടാക്കുകയാണ്, ഇന്റർഫിയർ ചെയ്യാണ്. ഇറ്റ് ഇസ് ദ അട്ടർ ഫുളിഷ്നെസ് ഓഫ് പാകിസ്ഥാൻ. അവരുടെ നാശമാണ് സംശയം. കാരണം പാകിസ്ഥാൻ ഇപ്പം ഡേ ബൈ ഡേ വീക്കായിക്കൊണ്ടിരിക്കുക, പൊളിറ്റിക്കലി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ്ലി ആൻഡ് എക്കണോമിക്കലി. അതാണ് എൻ്റെ സ്റ്റേറ്റ്.